എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഈ 2026 ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2026 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ വാർഷിക ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups energy, High Priestess, Three of Swords, Page of Pentacles, Wheel of Fortune, ലാസ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കില്ല. കരിയർ, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളിലും കുടുംബ അന്തരീക്ഷം, ബന്ധങ്ങളിലും അതേപോലെ ആത്മീയ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു സമീപനം നിങ്ങളിൽ നിന്നുണ്ടാകുന്ന സമയമാണ്. ആദ്യം തന്നെ പറയുമ്പോൾ 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി ജോലിയിലൊക്കെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ ആ ജോലിയിൽ ഉള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി കുറയുന്നുണ്ടാവാം. ഇപ്പോൾ മേലധികാരികളിൽ നിന്നുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, സഹപ്രവർത്തകരിൽ നിന്നായിക്കൊള്ളട്ടെ, മറ്റുള്ളവരിൽ നിന്നുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെച്ച് പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രൊഫഷണൽ ലൈഫിൽ. അതുപോലെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളായിക്കൊള്ളട്ടെ, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം, ഒരു വർഷക്കാലമാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അച്ഛനമ്മമാർ, മക്കൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, പ്രായമായിട്ടുള്ള വൃദ്ധജനങ്ങളുമായിട്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിട്ടൊക്കെ നല്ലൊരു സമീപനം നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യം. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ അടുത്തിടയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നവർ ഈ ഒരു വർഷം അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. മറിച്ച് എല്ലാം വിചാരിച്ച രീതിയിലും സമയത്തും കാലത്തും ഒക്കെ നടക്കുന്നു എന്നുള്ളതും സാധ്യമാകുന്ന ഒരു സമയമാണ്. കൂടുതൽ ഫാമിലിയായിട്ട് യാത്രകളൊക്കെ പോകാനും അതിനൊക്കെയുള്ളൊരവസരം, ഇപ്പോൾ തിയേറ്റർ, സിനിമ കാണാൻ പോകുന്നതായിക്കൊള്ളട്ടെ, വിനോദയാത്രകൾ ആ ഒരു രീതിയിലായിക്കൊള്ളട്ടെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മ്യൂസിയം, സൂ അതുപോലുള്ള ആ രീതിയിൽ, അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആരാധനാലയങ്ങൾ, ഇപ്പോൾ കുടുംബത്തിൽ മൊത്തത്തിൽ ഫാമിലിയിലുള്ള വൃദ്ധജനങ്ങളോ കുട്ടികളോ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആ ഒരു പ്രായത്തിന് വേണ്ടുന്ന തരത്തിലുള്ള ഇഷ്ടവിനോദങ്ങളിലൊക്കെ സമയം കണ്ടെത്താനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. ഹൈ പ്രീസ്റ്റസ് എനർജി സ്ട്രോങ് ആയിട്ട്, ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ആയതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്ന പൊതുവേ നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലായിരിക്കും. ആത്മീയതയിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പൊതുവേ ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നുണ്ട്. യോഗ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. സ്ട്രോങ് ആയിട്ട് യോഗ ഏറ്റവും വലിയ ലെവലിലേക്ക് ഓരോ ഫേസ് നിങ്ങൾ ഒരു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള യോഗ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊരു ഉയർന്ന തലത്തിലേക്കൊക്കെ ഒരു പഠിപ്പിക്കാൻ പറ്റുന്ന ലെവലിൽ വളരെ ഉയരത്തിൽ ഗുരുസ്ഥാനീയരായിട്ടുള്ള അതിലേക്ക് എത്താനുള്ള അവസരമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ച് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്ന സാഹചര്യം, മെഡിറ്റേഷൻ കാര്യങ്ങൾ, പിന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആരാധനാലയങ്ങൾ സന്ദർശിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, പള്ളികളിലോ ക്ഷേത്രങ്ങളിലേക്കോ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ദാനധർമ്മങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സഹായം, പുനർപ്രതിഷ്ഠയോ അതുപോലുള്ള കാര്യങ്ങൾ, പുനഃസ്ഥാപനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കാണിക്കുന്നു.
അതേപോലെ തന്നെ 3 ഓഫ് സോഡ്സ് എനർജിയാണ്. ബന്ധങ്ങളിൽ അറ്റുപോയിട്ടുള്ള ചില ബന്ധങ്ങൾ, വിട്ടുപോയിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ വീണ്ടും നിങ്ങൾ വീണ്ടും അവരെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ അവരായിട്ടൊക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങൾ കൂട്ടിച്ചേരുന്ന സമയം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പാരൻസുമായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കാൻ പ്രണയവിവാഹമൊക്കെ കഴിച്ചിട്ടുള്ളവരാണ്, വീട്ടുകാരുമായിട്ട് നല്ലൊരു അടുപ്പം ഇല്ലാത്തവരൊക്കെ കുടുംബത്തിൽ അടുപ്പമൊക്കെ തിരിച്ച് വീണ്ടും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി, അതായത് ദൂരെ നിൽക്കുന്നവർ, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള മക്കളുള്ളവരാണെങ്കിൽ മക്കൾ ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ തിരിച്ചു വരുന്നുണ്ടാവും. നിങ്ങളെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ ചിലപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്ന് സെറ്റിലാവുന്നതോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു അറുതി കൊണ്ടുവരുന്ന ഒരു സമയമാണ്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പൊതുവിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആരോഗ്യം ക്ഷയിക്കുന്നു അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ആ ഒരു അലച്ചിലുകൾ അല്ലെങ്കിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പലതും അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രണയ നൈരാശ്യം അനുഭവിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ അവസാനമാണെന്നുള്ളൊരു ചിന്തയിൽ കഴിഞ്ഞുകൂടിയിരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് മാറി നിങ്ങൾ സ്വന്തം ജീവിതം വീണ്ടും ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ പുതിയ ജോലിക്കുള്ള അവസരം, പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുന്ന അവസരമൊക്കെ കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അറബ് കൺട്രീസിലാണ് കൂടുതൽ സാധ്യതകൾ കാണിക്കുന്നത്. പൊതുവേ ഒരു കുറച്ച് നാൾ അവിടെ നിന്നിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പോകുന്നവർക്കാണ് കൂടുതൽ സാധ്യതകൾ കാണിക്കുന്നത്. ഇമിഗ്രേറ്റ് ചെയ്ത് പോയിട്ട് മറ്റൊരു രാജ്യത്ത് അവിടെ താമസിക്കാനായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എടുത്തിട്ടുള്ളവരും ഇപ്പോഴത്തെ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ ഇമിഗ്രേഷൻ സാധ്യമാകുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ സെറ്റിലാവുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ മറ്റേതെങ്കിലും ഇടത്തേക്ക് പിന്നീട് മാറിപ്പോയേക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും ഇമിഗ്രേഷനും മറ്റും ഒക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവെ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുകയാണെങ്കിൽ സമ്പാദ്യം പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് സമ്പാദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരുന്നതൊന്നും ഇല്ലാതാകുന്നില്ല, മറിച്ച് എന്തായാലും സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം. കാരണം പൊതുവെ എന്തെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ സമ്പാദിക്കുകയാണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ ആയിരിക്കാം, അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു. പിന്നീട് സേവ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കയ്യിലേക്ക് എത്തുന്നു, പെട്ടെന്ന് തന്നെ അത് ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാഹചര്യമല്ല. കൂടുതൽ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധന നഷ്ടങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ സേവിങ്സ് ആണ് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്നില്ല. ഇന്നത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിക്കാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വിവാഹ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കാൻ ജോലിയുടെ കാര്യങ്ങളൊന്നും റെഡി ആവാത്തതുകൊണ്ട് വിവാഹം മാറ്റി വെച്ചിട്ടുള്ളവർക്ക് ഈ ഒരു സമയം ഈ ഒരു വർഷം വിവാഹം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സിംഗിൾ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജോലി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ട് വിവാഹം മാറ്റിവെച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പുതിയ ജോലിയാണ് കാണിക്കുക. ഇപ്പോൾ നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അതേ ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് പുതിയ ജോലിക്കുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു കമ്പനി തന്നെ പ്രൊമോഷന് വെയിറ്റ് ചെയ്യാതെ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്താൽ പുതിയൊരു ജോലി നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.